Hello மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர் வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, நம்ம போல் போட்டிருக்கோம், நிறைய போல் போட்டிருக்கோம். அதுல பயங்கர ரெஸ்பான்ஸ் வந்துட்டு இருக்கு. அதுல ஒன் ஆஃப் த டாப் போல் வின்னர் மூவி இன்னைக்கு பார்க்க போறோம். மூவியோட நேம் என்னன்னா ஒரு வடக்கன் செல்ஃபி. இது ரொம்ப நாளா நம்மளோட டு டூ லிஸ்ட்ல இருந்த ஒரு மூவி. மூவி நாங்க ரீசர்ச் பண்ணி பார்த்தப்ப 2015ல பயங்கர பிளாக் பஸ்டர் அப்படின்னு சொல்லி போட்டிருந்தாங்க. அண்ட் இதுல நம்மளுடைய நிவின் பாலி இருக்காங்க, வினீத் இருக்காரு, மஞ்சுமா மோகன் இருக்காங்க, அஜு வர்கீஸ், அப்புறம் நீரஜ் மாதவ், விஜய் ராகவன், இப்படி பயங்கர ஸ்டார் பட்டாலுமே இருக்கு. அண்ட் இவங்க சொன்னாங்க லைக் மஞ்சுமா மோகனோட ஃபர்ஸ்ட் டிபட் மூவின்னு சொல்லிட்டு. ஸோ வெயிட்டிங், பயங்கரமா வெயிட்டிங். அண்ட் ஐ திங்க் இந்த மூவியோட டைரக்டருக்கு இதுதான் டிபட் மூவி. டைரக்டரோட நேம் ரஜித்க்கு இதுதான் ஃபர்ஸ்ட் டைரக்ஷனல் டிபட். அண்ட் வினீத் ஸ்ரீனிவாசன் ஸ்கிரிப்ட் ரைட் பண்ணியிருக்காங்க. வெரி இன்ட்ரெஸ்டிங். அவன் இந்த மூவி எப்படி இருக்கும் என்னன்னு எனக்கு ஒரு சுத்த பிளாங்க். இப்படி இருக்குன்னு மூவி ஒரு வடக்கன் செல்ஃபின்னு வச்சிருக்காங்க. இருக்கும் தெரியல. கூகுள் சர்ச் பண்ணா காமெடி, அப்புறம் என்ன போட்டிருக்காங்க, மூவியோட ஜானர் காமெடி அண்ட் த்ரில்லர். பார்க்கலாம். ஓகே, மூவிக்குள்ள போயிடலாமா? ஓகே. എക്സാം പോയാൽ ഞാൻ സപ്ലൈ എഴുതിയെടുത്തോളാടി. പക്ഷെ നീ പോയാൽ ഞാൻ എന്ത് ചെയ്യും? നേരോട് கெமிஸ்ட்ரி எக்ஸாம் படிக்கிறாங்க போல. ഞാൻ എന്തോന്നും അറിയില്ലെന്ന് വിചാരിച്ചു. നീ ഒന്നും പറയണ്ട, എന്നോട് പറയണ്ട. മൊബൈലിൽ ചാർജ് ചെയ്യാൻ ഞാൻ വേണം. വിളിച്ച് സംസാരിക്കാൻ വേറെ വരും അല്ലേടി? നീ വെച്ച എനിക്ക് മതിയായി. ஒருத்தனுக்கு ஒர்க் அவுட் மண்டையில ஓடுது. 1 മണിയായല്ലോ. ഉമേഷ് ഇതുവരെ എത്തിയില്ലല്ലോ. ക്വസ്റ്റ്യൻ தான். ഓ, സ്വിച്ച് ഓഫാ. ബാറ്ററി ഡൗൺ ആയി കാണും. എന്റെ 5000 പോയിന്ന് തോന്നുന്നു. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ഉറപ്പാണോ? ഉറപ്പാ. എന്നാവും പറഞ്ഞത്. കാര്യവൻ തല്ലിപ്പൊളിയാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ആള് കറക്റ്റ് റൂട്ടാ. എന്ത് റിസ്ക് എടുത്തിട്ടായാലും അവൻ അത് ഒപ്പിക്കും. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തരാതെ അവൻ ഒറ്റക്കൊണ്ടി പഠിക്കൂ? അത് മാത്രം അവൻ ചെയ്യില്ല. നാളെ നടക്കുന്ന എക്സാം ഏത് സബ്ജക്റ്റിന്റെ ആണെന്ന് പോലും അവൻ അറിയില്ല. നമ്മളല്ലാതെ ഈ കോളേജിൽ മറ്റാരും അവനെ അടുപ്പിക്കേയില്ല. അവൻ വരും, വന്നിരിക്കും. ஐயோ, தப்பான क्वेश्चन பேப்பர் கொண்டு போறாரு. എന്തായി, കിട്ടിയോ? മാറിക്കടാ. അല്ലടാ, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കേ. അതെങ്ങനെ ശരിയാവും? അങ്ങനെയാണെങ്കിൽ 2x അല്ലേ? 2x ഒന്നുമില്ല. 2x അല്ലടാ, x സ്ക്വയർ. നിങ്ങളൊക്കെ ചോദിക്കാൻ മതി. നീ 6/2 പറയുന്നത്. എനിക്ക് കുഞ്ഞുനാളെ മുതലേ ഡൗട്ടാണ്. ഞാൻ ഇതുവരെ ആരോടും ചോദിച്ചിട്ടില്ല. എന്താണ് ഈ തീറ്റ എന്ന് പറഞ്ഞത്? അത്ര മോശപ്പെട്ട കാര്യമാണ് തീറ്റ എന്ന് പറഞ്ഞത്. നീ ഗോസ് തിയറം പഠിച്ചണ്ട? സ്റ്റോക്സ് തിയറോ? സ്റ്റോക്സ് കൊള്ളാലോ പേര്. எல்லாரும் கெமிஸ்ட்ரி படிக்கிறாங்க, இவங்க மேத்ஸ் படிக்கிறாங்க. അതാണ് ബെല്ലടിച്ചത്. എടാ, പറഞ്ഞു ഓർമ്മണ്ടല്ലോ, എല്ലാം എഴുതണ്ടോ? ഓക്കെ, ഞാൻ എഴുതും. ஸ்கூல் தான் படிக்கிறாங்களா? அப்ப நினைச்சேன் என்ன சயின்டிட்டா காசு தான் பேசிட்டு இருக்காங்க. நீ சொன்னது கரெக்ட் தான் நினைக்கிறேன். നിനക്ക് വെച്ചിട്ടുണ്ടോ? அடிக்க போறானுங்க போட்டு. കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, നമ്മുടെ ക്ലാസ്സിൽ മൊത്തം 28 പേർക്കാ ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയത്. എടാ, ഇതിലൊന്നും ഒരു കാര്യമില്ല. ഭയങ്കര വർക്ക് പ്രഷർ എന്ന് പറയണേ. എത്ര സപ്ലൈ ഉണ്ട്? 42. നിനക്കോ? മൊത്തം 42 തന്നെ. 4 കൊല്ലം ഇതുവരെ ബ്രേക്കപ്പ് ആയില്ലേ? മറ്റേ ആ വ്യാജ സർട്ടിഫിക്കറ്റ് എത്ര രൂപയാന്ന് പറഞ്ഞേ? 2.5 ലക്ഷം. അയ്യോ. ഈ സാധാരണക്കാരൊക്കെ എന്ത് ചെയ്യൂലേ? നമുക്ക് സപ്ലൈ എക്സാമിന് കാണലയാ. ഓക്കെ അളിയാ, ഓക്കെ. ഞാനിവിടുന്ന് പോകുമ്പോ +2 കുട്ടികൾ വലുതായി. കുട്ടികളൊക്കെ ഉമേഷ എന്തല്ല? എന്തല്ല?
ഇന്റെ 42 സപ്ലൈ എഴുതി എടുത്താ எப்படி இவங்களுக்குலாம் தெரிஞ்சிச்சு? അതോ സപ്ലൈ പിന്നെയും കൂടിയാ? അതെ, ആ. ഈ സപ്ലി എന്ന് പറഞ്ഞ അത്ര കേൾക്കാൻ സുഖമുള്ള വാക്കൊന്നുമല്ല. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വിളിച്ചു വരുത്തി ചെവി ചോദിക്കണം. എന്റെ അവസ്ഥ അതാണ്. அதே தான் சப்ளின்றாங்களா? എടാ, ഉമേഷ്, ഞാൻ ചുമ്മാ எக்ஸாம் കുശലം ஃபெயில் ചോദിച്ചതല്ലേ. எக்ஸாம் தான் சொல்றாங்க போல இருக்கு. കുശലം. ഇനി കുശലം ചെയ്താൽ താനീ സമൂഹത്തിൽ വെന്തിയാവും. ബ്ലഡി ഫുൾ. Bloody fool. വേലയില്ല. പട്ടധാരി. ഓ. നേരത്തെ എത്തിയോ? എവിടെ പോണ്ടി കാലത്ത് തന്നെ ട്യൂഷന് ഇലക്ട്രിക്കൽ. എന്തിനാണ് ഈ ട്യൂഷനൊക്കെ പോകുന്നത്? കറക്റ്റ് സ്റ്റഡി മേറ്റിൽ വെച്ച് പഠിച്ചാൽ ഇതിനൊന്നും ഒരു ആവശ്യം. ഹോ, ആ സ്റ്റഡി മെറ്റിൽ നോക്കി പഠിച്ചുകൊണ്ടായിരിക്കും 3 കൊല്ലമായിട്ട് ഒരേ പേപ്പർ തന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇറങ്ങട്ടെ, ബിനിത വെയിറ്റ് ചെയ്യുന്നു. ബിനിത നാട്ടിലെത്തിയോ? അവളുടെ കല്യാണം ഉറപ്പിച്ചു. ഓക്കെ ബൈ. ഡാ അമ്മേ. ഉമേ, ആകെ ക്ഷീണിച്ചല്ലോ. എടാ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പേടിക്കാനല്ലേ, എല്ലാ ക്വസ്റ്റ്യനും ഉത്തരം എഴുതിയിട്ടുണ്ട്. ഓ, ഭാഗ്യം. അമ്മ കഴിക്കാൻ എടുത്ത് വെച്ചേ, എനിക്ക് നല്ല വിശപ്പ്. ഞാൻ കുളിച്ചിട്ട് വരാം. ജയിച്ചാ മതി ഈശ്വര. അച്ഛനില്ലല്ലോ അല്ലേ? ഇല്ലടാ, കടയിലാ. ആന്റി ആ, ശൈലേഷോ? ആന്റി ഉമേഷിനെ തീർന്നു തോന്നുന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ മോനെ, ആണോ? ഞാൻ വിളിക്കാം. ആ. മോനെ, ദാ ശൈലേഷ് വന്നു. അമ്മ, ഞാൻ കുളിക്കാൻ കയറുവാ. മോനെ, അവൻ കുളിക്കാൻ. കുഴപ്പമില്ല ആന്റി, ഞാനും കുറച്ച് തിരക്കില്ല. ആ. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു സെമിനാർ ഉണ്ട്. പിന്നെ അവന്റെ സെമിനാർ. നിന്റെ ജോലിക്കാരി എന്തായി? തൽക്കാലം ജോലിയൊന്നും നോക്കുന്നില്ല. ഉം. ഹയർ സ്റ്റഡീസിന് പോരാണ് താല്പര്യം. ഉപരി പറഞ്ഞേ, അതിപ്പോ IIT വേണോ IIM വേണോ എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. IIT ജബൽപൂരിൽ നിന്നും ഖരഗ്പൂരിൽ നിന്നും ഡെയിലി വിളിക്കും. അപ്പൊ മോൻ എന്ത് ചെയ്യും? സൈലന്റ് ഇടും പോണേ. ഓ, ഇന്ന് ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് ഞാൻ കോച്ചിങ് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. GRE, GMAT, IELTS. ആണ് എഴുതിയിരിക്കാൻ. ഇപ്പൊ ക്യാഷ് തുടങ്ങിയിട്ടുണ്ട്. പൂച്ചയല്ല, അതും ഒരു എക്സാമാ. ഓ, ആന്റി, ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് ശാസ്ത്ര പരീക്ഷകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി. அவன் கையில வச்சிருக்கிறது இங்கிலீஷ் புக் தான் IELTS டெஸ்ட்க்கு. എന്റെ മോൻ എന്നാണാവോ ഇതുപോലെയൊക്കെ ആവുക? അജു. മനുഷ്യൻ പുരുഷൻ അതെ 1950 ശേഷം വരണം, റൈറ്റ്? അതെ കലാ, സാഹിത്യം, സാംസ്കാരികം, സാങ്കേതികം, രാഷ്ട്രീയം. അതെ. കുട്ടി മനസ്സിൽ വിചാരിക്കുന്ന ആൾ ഇതാരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ കുട്ടി മനസ്സിൽ വിചാരിക്കേണ്ട ഒരാളുണ്ട്. ഞാൻ തന്നെ. I love you. Truly, madly, deeply. ഓടെ ഉള്ള പ്രേമിക്കാൻ വന്നേക്കുന്നു. കൊള്ളാന്നോ? Manufacturing defect. ഛേ. ഇവനെത്തിയ രാജി, എന്തല്ല എന്തല്ല, നീ സപ്ലൈ ഒക്കെ കഴിഞ്ഞ് എത്തിയാ? സപ്ലി വാക്ക് മിണ്ടി പോരുത്തിട്ടാ. മിണ്ടുന്നില്ല. നിന്റെ പണിയൊക്കെ ഇപ്പൊ തീരും. രാത്രിയാവും. എടാ, തങ്കമ്മയുടെ ശേഷം എന്തുണ്ട്? അവനിപ്പോ ബസ് ഓടിക്കുന്നത് ആ വണ്ണാത്തിമൂല റൂട്ടിലാ. 4-5 എഞ്ചിനീയറിംഗ് കോളേജുള്ള റൂട്ടാ. കളക്ഷൻ എടുത്ത് അവൻ മരിക്കും, തെണ്ടി. അവന്റെ ഒക്കെ ഒരു യോഗം. അളിയാ, ഞാൻ തിരക്കില്ല, പിന്നെ വിളിക്കും. ഒന്ന് കരകയറാന്ന് വിചാരിച്ചാ ഒരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങിയത്. ഒറ്റയ്ക്ക് വേണ്ടാന്ന് കരുതി ദാ ഇവനെയും കൂടെ കൂട്ടി. ഇപ്പൊ പഞ്ചറൊട്ടിക്കാൻ വന്ന വണ്ടിയുടെ എഞ്ചിൻ പുറത്തിട്ട അവസ്ഥയായി. നീ ഇന്ന് അശ്വമേധം കളിച്ചോണ്ടിരുന്ന പെണ്ണില്ലേ, ഉച്ചയ്ക്ക് ഓളെന്നെ വിളിച്ചിരുന്നു, നിന്നെ അന്വേഷിച്ചു. നമ്പർ വെച്ചാ? ആ, ഓളല്ല, ഓളുടെ വാപ്പ. എന്റെ ഉമ്മേ, ഒരു വിധത്തിലാ ഞാൻ അയാളെ പറഞ്ഞു മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ അടി പാർസൽ വന്നേനെ. ബാംഗ്ലൂരിൽ പർച്ചേസിങ്ങിന് പോകാൻ പറഞ്ഞിട്ട് ഈ പോയാ ഒരടി നീ മുന്നോട്ട് വെച്ചാ. വേണ്ട. ആ മുത്തേ, നീ ഭക്ഷണം കഴിച്ചാ? ഷർമിന പപ്പി എന്റെ കൂടെ പഠിച്ചതാ. എന്താ മോളെ? അത് പിന്നെ എന്റെ കൂടെ പഠിച്ചതാ. പിന്നെ ഫോട്ടോ നല്ലതായതുകൊണ്ട്. മുത്തേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആഹാ, ഷർമിന പപ്പിയുടെ എല്ലാ ഫോട്ടോയ്ക്കും ഞാൻ ലൈക്ക് അടിക്കൂടി. വേണ്ടി വന്ന അവളെ വീട്ടിൽ പോയിട്ട് അവളെ ലൈക്ക് കൂടി. പിന്നെ அப்பெல்லாம் Facebook கொஞ்சம் activity in peak ல screen இருந்துச்சுல்ல? കിട്ടിയ പൈസയാ. അത് അവന്റെ അല്ല, എന്റെ അല്ല. നീ അത് വിട്. എന്താ പുതിയ പരിപാടി? 3-4 സബ്ജക്ട് ഉണ്ട്. ഒരു പ്രൊഡ്യൂസർ ഒപ്പിക്കണം. സിനിമ എടുക്കാൻ പോവാ? ഓ, സത്യം പറഞ്ഞ ബെസ്റ്റ് ടൈം ആളിയാ. ഒന്നും അറിയാത്ത എത്ര പേരാ ഇപ്പൊ സിനിമ എടുക്കുന്നത്. പണ്ട് രംഗിൽ ഇറങ്ങിയ സമയത്ത് നീ സരോജിനി ടീച്ചറിനെ പറ്റി ഒരു കവിത എഴുതിയില്ലേ? എനിക്ക് അന്നേ അറിയാം നീ തകർക്കുന്നു. നീ ഞങ്ങളുടെ കൂടെ ഒക്കെ നടന്ന വെറുതെ സമയം കളയല്ലേ? എന്താ ഷാജി നീ പറയുന്നത്? നിന്റെയൊക്കെ കൂടെ നടന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാടാ ലോ ക്ലാസിന്റെ പൾസ് മനസ്സിലാകാ? എടാ ഉമേ, ഏയ് ഇവരെന്ത്? നീരജ് പാത്രം തന്നെ. ഇതിപ്പോ എന്താ ഇങ്ങനെ ഒരു പൊതി? அவரே. ഞാൻ ബസ് ഓടിക്കുന്ന റൂട്ടിലുള്ള സകല പൊമ്പിള്ളറും ஆமா ஆமா ബസ് ஆமா. കയറി കഴിഞ്ഞ 2 ചോദ്യം. ഏട്ടൻ ഫേസ്ബുക്കിലുണ്ടോ? റിക്വസ്റ്റ് അയച്ച് ആസ്പെക്ട് ചെയ്യോ? എന്താ പിന്നെ ഞാനും വിചാരിച്ചു തുടങ്ങിക്കളയാന്ന്. ഓ, എന്നാൽ എന്റെ തങ്കമ്മേ, 10ാം ക്ലാസ് തോറ്റ നിന്റെ പിന്നാലെ ഇത്രയും പെൺപിള്ളേര്. എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ഒരു പെണ്ണ് നോക്കണല്ലോ. ഈ കുണ്ടും കുയ്യൊക്കെ ഉള്ള റോട്ടിൽ കൂടി 80 കിലോമീറ്റർ സ്പീഡില് പടച്ചോനെ ഞങ്ങൾ കാത്തോളീന്ന് പറഞ്ഞൊരു പോക്കുണ്ട്. ആ പോക്ക് കണ്ട ഏത് പെണ്ണിനും പ്രേമം തോന്നി പോവും മോനെ. തങ്ങമേ, നിന്റെ അക്കൗണ്ടിന് എന്ത് പാസ്വേഡാ വേണ്ടേ? പാസ്വേഡോ? പി ഗോമതി നിട്ടോ.
അമ്മയുടെ പേരാണോടാ ഇതിനൊക്കെ? ബാക്കി പെമ്പിളറുടെ പേരാകുമ്പോ നമ്മൾ മറന്നുപോലോ. അമ്മേന്റെ പേരും ബാബർശില്ലല്ലോ. സത്യം പറഞ്ഞ പഞ്ചാര കളിച്ച് മടുത്ത് സെറ്റിൽ ആവാൻ പോവാ. ഒരു റബ്ബർ കച്ചവടക്കാരന്റെ മോളുണ്ട്. കണ്ടിട്ട് ഒളിച്ചോടാനുള്ള ഒരു ടാലന്റ് ഒക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പരിശുദ്ധ പ്രേമങ്ങൾ കാച്ചു. ഒത്ത് കിട്ടിയ മോനെ. ഞാൻ പിന്നെ ബസ് ഡ്രൈവർ അല്ല, മുതലാളിയാ. ചേട്ടാ, ചേട്ടന്റെ കയ്യിൽ ഈ ഫോണിന്റെ എക്സ്ട്രാ ബാറ്ററി വല്ലതും ഉണ്ടോ? വേറെ ചോദിക്കടാ. വേറെ ആരും ഇല്ല ഏട്ടാ ഈ പൊട്ട ഫോൺ. ഈ നാട്ടിൽ നമ്മൾ രണ്ടും മാത്രമേ ഈ ഫോൺ ഉപയോഗിക്കുന്നു. അച്ഛാ, എനിക്കൊരു ടാബ്ലറ്റ് മേടിക്കണായിരുന്നു. ടാബ്ലറ്റോ? നിനക്കെന്താ അസുഖം? അയ്യോ, ആ ടാബ്ലറ്റ് അല്ല, ഈ സാംസങ്ങിന് ടാബ്ലറ്റ് ഇല്ലേ, ഓ വലിയ സ്ക്രീനുള്ള ഫോൺ. വലിയ സ്ക്രീനുള്ള ഒരു TV വീട്ടിലുണ്ടല്ലോ, ഇതെന്താ ഫോണ്? വലിയ സ്ക്രീനിലെ ഫോണാകുമ്പോ നമുക്ക് ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉപയോഗിക്കാമല്ലോ. അച്ഛന് മനസ്സിലാവൂല, ഇത് ഇന്റർനെറ്റാ. എനിക്ക് അത്ര വലിയ പരിജ്ഞാനമൊന്നുമില്ല. இப்பவே 100 தான் வச்சிருக்க கையில. നീ തോറ്റുപോയ പരീക്ഷയൊക്കെ ജയിക്കാൻ ഈ ഫേസ്ബുക്കും ഇന്റർനെറ്റും ഒക്കെ സഹായിക്കുവോ? போச்சு. നിന്റെ അച്ഛൻ മരണമാസാണ്. 10-25,000 செம்மையா இருக்குல்ல மேடம்? ഇടപാട്. പഠിക്കാത്തതിന്റെ പേരിൽ 10 വയസ്സ് വരെ തല്ലി, 15 വയസ്സ് വരെ ഉപദേശിച്ചു, 18ാമത്തെ വയസ്സിൽ തടഞ്ഞു, 21ാമത്തെ വയസ്സിൽ പ്രേമവും പൊളിഞ്ഞ് സപ്ലി അടിച്ച് വീട്ടിലെത്തിയപ്പോ പുച്ഛിച്ചു. ഫ്രണ്ട്സിന്റെ മുമ്പിൽ നാറ്റിക്കുക, ചോദിച്ച പൈസ തരാതിരിക്കുക. അച്ഛനായതുകൊണ്ടും കാശുള്ളത് കൊണ്ടും നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ള ധാഷ്ട്യം. ഇതുപോലെ എന്റെ വീട്ടിലുണ്ട്. നിന്നെ 10 വയസ്സ് വരെയല്ലേ തല്ലിയുള്ളൂ, എന്നെ ഇന്നലെയും തല്ലി. പക്ഷേ നമ്മള് വിട്ടുകൊടുക്കാൻ പാടില്ല. ദാ, നമ്മുടെ ആവശ്യത്തിനുള്ള കാശ് ഏത് രൂപത്തിൽ കണ്ടാലും നമ്മൾ എടുക്കണം. അത് നമ്മുടെ പ്രോവിഡന്റ് ഫണ്ട് ആണോ, അച്ഛന്റെ പേഴ്സ് ആണോ, പറമ്പിലെ തേങ്ങയാണെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും 17 വയസ്സാകുമ്പോ ഇവര് നമ്മളെ കല്യാണം കഴിപ്പിച്ചങ്ങോട്ട് പൂട്ടിക്കും. പക്ഷെ അതുവരെയുള്ള നമ്മുടെ ജീവിതം, നമ്മുടെ ചെറുപ്പം, അതിന്റെ ഓരോ അണുവും നമ്മൾ ആഘോഷിക്കണം. എത്ര നേരാടി ട്യൂഷൻ മടുത്തു. ഉമേ, ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോ പേടി തോന്നുന്നു. അമ്മേ, അച്ഛനെന്തെങ്കിലും അസുഖം? എടാ, നിന്റെ ഭാവിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ, അതാണോ? അച്ഛൻ നന്നായി ജോലി എടുത്തോളം കാലം നമ്മൾ എന്തിനാണ് അമ്മേ ഭാവിയെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്? നമ്മൾ വിഷമിച്ചാ അത് അച്ഛൻ എന്തുമാത്രം വിഷമായിരിക്കും. അച്ഛന് പ്രായം കൂടി വരികയാണ്. അസുഖങ്ങളൊന്നും വരാതെ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെന്ന് വിളക്കെടുത്ത് വെക്കി. അച്ഛന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ശരിക്കും പ്രാർത്ഥിക്കട്ടെ. முன்னாடி 2 பொண்ணு போச்சுல்ல, அதான். അല്ല, ഉമയോട് ഞാൻ എന്താ പറയണ്ടേ? അവൻ ഭയങ്കര താല്പര്യത്തിൽ ചോദിച്ചതാ. സിനിമ സംവിധാനം പഠിക്കണം അല്ലേ? നിന്റെ മോൻ സംവിധാനം ചെയ്ത സിനിമ കാണാൻ പോകുന്നതിന്റെ അവസ്ഥ ഓർക്കുമ്പോ പാവം തോന്നുന്നു. സിനിമ ഒരു കലയല്ലേ? കലയുമായിട്ട് അവൻ എന്ത് ബന്ധം? ഇന്ന് വരെ ഒരു ഫാൻസി ഡ്രസ് മത്സരത്തിൽ പോലും അവൻ പങ്കെടുത്തായിട്ട് എനിക്കറിയില്ല. ഏട്ടനൊരു കുന്തം അറിയില്ലച്ചാ. എഞ്ചിനീയറിംഗ് 3rd ഇയർ ആയപ്പോ തന്നെ ഒരുവിധം പേപ്പറൊക്കെ ഏട്ടൻ തോറ്റു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നല്ലോണം മെനക്കിടേണ്ടി വരുമെന്ന് ഏട്ടന് നന്നായിട്ട് അറിയാൻ ചെയ്യാം. അപ്പോ ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ഫീൽഡിൽ കയറി പറ്റണം. സിനിമയാവുമ്പോ പെട്ടെന്ന് പേരും പൈസയൊക്കെ കിട്ടുമല്ലോ. അതാണ് ഏട്ടന് സിനിമയോടുള്ള അട്രാക്ഷൻ. ഇതുപോലെ കൊറേ എണ്ണം എന്റെ കോളേജിലുണ്ടച്ചാ. അതൊന്നുമല്ല, അവന് കഴിവൊക്കെ ഉണ്ട്. പിന്നെ കൊച്ചിയിൽ 3 മാസത്തെ കോഴ്സ് ചെയ്ത സംവിധാനം മൊത്തം പഠിക്കാന്ന് അവൻ എന്നോട് പറഞ്ഞത്. ഒയ്യോ, അപ്പൊ പലരും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ പോയി 3-4 വർഷം പഠിക്കുന്നത് വെറുതെ അല്ലേ? സരസ്വതി, സിനിമയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, പക്ഷേ അതൊരു കലയാണെന്ന് അറിയാം. ഒരു നല്ല കലാകാരന് ജീവിതാനുഭവം വേണം, ഉൾക്കാഴ്ച വേണം. അതെന്താണെന്ന് പോലും നിന്റെ മകൻ അറിയില്ല. പോട്ടെ, ഇതൊക്കെ അവൻ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ആദ്യം അവനൊരു നല്ല മനുഷ്യനാവണം. നല്ല മനസ്സിലെ നല്ല ചിന്ത ഉണ്ടാവും. അവൻ ആദ്യം നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കട്ടെ. അതിനുശേഷം മതി സംവിധാനം പഠിക്കലൊക്കെ. ഇന്നെവിടെ നോക്കിയാലും സമരങ്ങളും ഹർത്താലുകളുമാണ്. ജനജീവിതത്തെ സ്തംഭിപ്പിക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് ആർക്ക് എന്തു പ്രയോജനം? പല വികസിത രാജ്യങ്ങളിലും ഇത്തരം സമര രീതികൾ ഇന്നില്ല. ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട ഒരു സമൂഹത്തെ പിറകോട്ട് വലിക്കുന്ന കാലഹരണപ്പെട്ട ഇത്തരം സമരമുറകളെ പൊതുജനത്തിന് യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ക്രിയാത്മകതയുടെയും അധ്വാനത്തിന്റെയും പാതയിലൂടെ നാടിനും വീടിനും അഭിമാനമായി നിങ്ങൾ മാറണം. പ്രചോദനമാണ്. ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, என்ன விளக்க மாத்தி கட்சி ஆரம்பிக்க போறா? വമ്പിച്ച വിലക്കയറ്റത്തിനെതിരെ നമ്മുടെ ജനാധിപത്യത്തിന്റെ സ്ഥിതി അനുസരിച്ച് നമ്മുടെ ഈ സമൂഹത്തിനെ പിന്നിലേക്ക് വലിക്കരുത്. ഹർത്താലിനെതിരെ നമ്മൾ പ്രതികരിക്കണം. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? നിനക്ക് തലയ്ക്കല്ല അസുഖട്ടോ? ഈ ഇരിക്കുന്നത് ബംഗാളി പിള്ളേരായതുകൊണ്ടാണ് നിന്നോടൊന്നും പറയാത്തത്.
രമേശാ നാണൂറിന്റെ ചിക്കൻ സ്റ്റാളിൽ 2 കോഴി പറഞ്ഞിട്ടുണ്ട്. നാളെ നമുക്ക് തകർക്കണം. ബിച്ചു ദാ എന്നാ പറ്റിയേ? എന്താ ഒരു ഗൗരവം? എന്റെ അളിയ നാളെ ഹർത്താലായതുകൊണ്ട് ബിവറേജിന്റെ മുന്നിൽ സാധനം വാങ്ങിക്കാൻ ക്യൂ നിൽക്കായിരുന്നു ഞാൻ. അവിടെ നിന്ന് എന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവൻ ഏതാണ്ടൊക്കെ പറയുക. അളിയാ, ഹർത്താലിനെതിരെ എനിക്ക് പ്രതികരിക്കണം. ജനങ്ങളുടെ ജീവിതം സ്തംഭിച്ചു പോയല്ലേ. നീ വല്ല കവല പ്രസംഗം കേൾക്കാൻ പോയാ? അതുകൊണ്ടൊന്നല്ല എടാ, നമ്മളിങ്ങനെ നടന്നിട്ടൊരു കാര്യമില്ല. ജനങ്ങൾക്കും നാടിനും ഇതിന് നല്ലതൊക്കെ ചെയ്യാൻ പറ്റണം. നീ വന്നേ, നീ ചുറ്റിലും നോക്കിയാട്ട് എല്ലാം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ആൾക്കാരാ. ഓരോ മുഖത്തൊക്കെ ഒരു ചിരി കണ്ടുവാ. ചേച്ചിരിക്കുന്നു കണ്ടുവാ. അതെ, നാളെ ഹർത്താലായോണ്ടാ കേട്ടാ. ഈ ഹർത്താലിന് കുടിക്കുന്ന കള്ളും വേനൽക്കാലത്ത് കിട്ടുന്ന മഴയും என்ன சொல்றாங்க ஹர்த்தால்ங்கறத? എടാ, ചെറുപ്പക്കാരുടെ കാര്യം മാത്രല്ല, ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന കുടുംബത്തിലൊക്കെ ഇവര് തമ്മിൽ കണ്ടുമുട്ടുന്നതിന് ഹർത്താലിന്റെ പല കുടുംബ ബന്ധങ്ങൾ നിലനിന്ന് പോകുന്ന തന്നെ ഹർത്താൽ കാരണമാണ്. പിന്നെ അറിയോ എനിക്ക്? അതെ. ഓ, അപ്പൊ ഈ ഹർത്താല് വളരെ നല്ലൊരു കാര്യമാണല്ലേ? എന്ത് സംശയോ? ആകെ ബുദ്ധിമുട്ട് ദൂരയാത്ര ചെയ്ത് വരുന്നവർക്ക്. അവര് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് പെട്ടുപോകും. അതൊരു ന്യൂനപക്ഷ അല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്ത് പെട്ടെന്ന് പേരുണ്ടാക്കാന്ന് വെച്ചാ വീട്ടിലൊന്നും വലിയ വിലയില്ലാന്നേ. അതാണ് കാര്യം. ഞാൻ വെറുതെ നീ നന്നാവാൻ പോകുന്ന ടെൻഷൻ അടിച്ചു. ഒരു പരിപാടി വെച്ചാലോ? എന്ത് പരിപാടി? റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിക്കുന്ന ആൾക്കാരെ നമുക്ക് ബൈക്കിൽ അവരവരുടെ വീട്ടിലെത്തിച്ചാലോ? ഏതെങ്കിലും ലോക്കൽ ചാനൽ കാശ് കൊടുത്ത് അവരെ കൊണ്ട് കവർ ചെയ്യിപ്പിക്കാം. പക്ഷെ പാർട്ടിക്കാര് നമ്മളെ റോട്ടിൽ തടഞ്ഞു നിർത്തില്ലേ? പാർട്ടി സ്ട്രോങ് ഏരിയയിലേക്ക് നമ്മൾ പോകുന്നില്ല. അല്ലാത്ത ഏരിയയിലേക്കുള്ള ആൾക്കാരെ നമ്മൾ എത്തിച്ചാ പോരെ? മോനെ, സംഗതി ഏറ്റ നാളെ വൈകുന്നേരം ചാനലിൽ വാർത്ത വരും. ഈ നാട് സംസാരിക്കും നമ്മളെ കുറിച്ചായിരിക്കും. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാർ, നന്മയുടെ പാതയിൽ നാടിന്റെ യുവത്വം. ചെറിയ പൊളിയായിരിക്കും മോനെ. നീ മരണമാസാടാ. ലെവലടാ നീ. എന്റെ വീട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കണം. നാടിന്റെ പൊന്നോമ്മനിക്ക് അനുമോദനം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എന്റെ വീട്ടിലൊരു ഫ്ലെക്സ് അടിച്ചു വെക്കും. ഉമേഷ്, ഞാനിവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ബീറ്റാ വിഷൻ ചാനലിന്റെ വണ്ടി നമ്മൾ പറഞ്ഞ 3 സ്ഥലത്ത് റെഡിയാണ്. താനിപ്പൊഴി വഴി ഷാജി വരും, കൈത്തോട്ട് മുക്ക് വഴി തങ്കപ്രസാദും. നീ മേലാഞ്ചേരി തന്നെ ഉണ്ടാവൂലേ? വളവ് തിരിഞ്ഞ് നീങ്ങ് വാ. ഒരു ഫുൾ വൈകിട്ട് ഞാൻ നിന്നെ എടുക്കും. എടാ, എന്നെ മോൻ കാണൂലേ? അതൊന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം നോക്കിക്കോളാം. ഓക്കെ. എടാ, ഞങ്ങൾ പുറപ്പെടാണ്. എന്തായി? തങ്കമ്മയ്ക്ക് കൈത്തോട്ട് മുക്ക് വരെ ഒരു ആന്റിയെ കിട്ടിയിട്ടുണ്ട്. നിനക്കങ്ങോട്ടാ? ചേട്ടാ പോണ്ടേ? ഞാൻ അങ്ങോട്ട് ഒരു റിസ്കൂല. ഞാൻ വേണമെങ്കിൽ വൈകുന്നേരം വരെ ഇവിടെ നിന്നോളാം. ഏട്ടൻ ധൈര്യമായിട്ട് കയറി. അത് ശരി, ഇറങ്ങി ഇപ്പറ ഇരുന്നേ. ഇത് ഏത് സൈഡിലേക്കാ ഇരിക്കുന്നത്? സോറി, ഏട്ടനോട് ബൈക്കൊന്നും പോക്കില്ല അല്ലേ? എനിക്ക് ஸோ லோக்கல் வண்டியெல்லாம் இருக்காது, இவங்க தான் ட்ராப் பண்றதுக்காக போறாங்க. ഇതിലെ പോ. എനിക്ക് പൊയിലൂർക്കാ പോണ്ടത്. പിന്നെന്താ ഈ വഴി? ആ വഴി പോയ പാർട്ടിക്കാരനാവും. ഇത് എളുപ്പവഴിയാ. யாரும் பிடிக்க கூடாதுன்னா നമ്മുടെ ഇന്നത്തെ ഹർത്താലിനെതിരെ നിൽക്കുന്നത് ആരായാലും ശരി, അടിച്ചൊതുക്കണം. പാർട്ടിക്കാരനോടെത്തി. ഞാൻ ഉമേഷിനെ വിളിക്കട്ടെ? നീ ആരും വിളിക്കണ്ട. അവന്മാര് പേരുണ്ടാക്കാറല്ലേ ഈ പരിപാടി ചെയ്യുന്നേ. പക്ഷെ ചാനലിന് കൂടുതൽ പേര് കിട്ടുക ഇപ്പൊ നടക്കാൻ പോകുന്ന പരിപാടി കവർ ചെയ്താണ്. മനസ്സിലായ? ஹர்த்தாலுக்கு ஆப்போசிட்டா வந்து அடிக்க சொல்லியிருக்காங்கன்னு நினைக்கிறேன். ക്ഷുഭിതരായ പാർട്ടി പാർട്ടി പോലപ്പാങ്ക ചെറുപ്പക്കാരൻ ഓടി രക്ഷപ്പെട്ടു. ഷാജി, തങ്കപ്രസാദ് എന്നിവർ ശ്രദ്ധ പിടിച്ചുപറ്റി. നീ വിഷമിക്കണ്ടാ. ഈ ബീറ്റ വിഷൻ അങ്ങനെ ആൾക്കാർ കാണുന്ന ചാനലൊന്നുമല്ല. സമാധാനായിട്ടിരി. ചാനലുകാര് പണി തന്നാളിയാ. പെലേക്ക് ഭയങ്കര വിഷമമുണ്ട്. നീ ഒരു 2 ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട. എനിക്കിവിടെ 1-2 സ്വീകരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ ഞാൻ നിന്നെ വന്ന് കണ്ടോളാം. பிளான் இவ்வளவுதானா? அவனுக்கு 2 பேரும் கோல் பண்ணிட்டாங்க. என்ன நம்ம ஹீரோயின் என்ன காணோம்? എനിക്ക് ഒരു സമാധാനമില്ല മോനെ. പകല് മുഴുവൻ കിടന്നുറങ്ങും, രാത്രി കഴിക്കാൻ എഴുന്നേറ്റ് വരും. കഴിച്ചു കഴിഞ്ഞ് നേരെ ചെന്ന് വാതില് കുറ്റിയിടും. പിന്നെ വെളുക്കുന്നവരെ മുറിയിൽ വെളിച്ചം ഉണ്ടാവും. കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്യാൻ തോന്നുന്നു. ഈ കമ്പ്യൂട്ടറിലൊക്കെ ഒരുപാട് വൃത്തികേട് ഉണ്ടാവുന്ന സുലോചന പറഞ്ഞു. ആണോ മോനെ? മോനെ അവനെ ഒന്നും ഉപദേശിക്ക്. ഞാൻ പറയാണ്ടി. അച്ഛന്റെ കൂടെ കടയിൽ ചെന്നിരിക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്യുന്നില്ല. വെട്ടിയിട്ട മരക്കഷ്ണം പോലെ അവിടെ തന്നെ കിടക്കും. സോ സാഡ്. ഇവിടെ നിലം തുടയ്ക്കാൻ വരുന്ന മേരി പോലും നന്നായി പണിയെടുക്കും. എന്റെ മോൻ മാത്രം എന്താ ഇങ്ങനെയായി പോയ ദൈവമേ. നീ എണീറ്റോ? എടാ ഉമ്മേ, നീ എങ്ങോട്ട് ഞാനോട് സംസാരിച്ചിട്ട് വരാം. തങ്കച്ചി തന്നെ ഇന്നൊന്ന് ഇരിക്കുന്നുണ്ട്. കുറച്ചാൾ നിന്റെ അച്ഛന്റെ കടയിൽ സഹായത്തിന് നിൽക്ക്. നിന്നെ പഠിപ്പിച്ചതിന്റെ ലോൺ അടയ്ക്കാൻ സ്വന്തം പറമ്പ് വരെ വിൽക്കാൻ വെച്ചിരിക്കുക. നീ എവിടെ ചെന്ന് നിന്നാ പുള്ളിക്ക് ഇതൊരു ആശ്വാസമാവില്ലേ? നിന്റെ സപ്ലൈ എക്സാമിനൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യടാ. രാവിലെ 5 മണിക്ക് വീട്ടിലേക്ക് വാ, ഞാൻ ട്യൂഷൻ എടുത്തു തരാടാ. നിന്റെ അമ്മായിക്ക് തുടങ്ങാ ട്യൂഷൻ. 3ാം ക്ലാസ് നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി അന്ന് തുടങ്ങി എനിക്ക് ഗതികേട്. എടാ, നന്നായി പഠിച്ചിട്ട് നീ ഒരിക്കലും നന്നാവും പോണടാ. പുച്ഛത്തോടെ അല്ലാതെ എപ്പോഴൊക്കെ നീ ഞങ്ങളെ നോക്കിയിട്ടുണ്ടോ? നിന്റെ ഒക്കെ ഒരു വിചാരമുണ്ട് ഈ ബാക്ക് ബെഞ്ചിലിരിക്കാൻ പറ്റും വേറെ ഊശകളാണെന്ന്. എടാ, ഞങ്ങളൊക്കെ നന്നായി പഠിക്കാത്തോണ്ടാണ്ടാ നിനക്ക് ഫ്രണ്ട് ബെഞ്ചിരിക്കാൻ പറ്റിയത്.
മെറിറ്റ് സീറ്റ് കിട്ടിയപ്പോൾ നിന്റെ അഹങ്കാരം താങ്ങാൻ പറ്റാത്തോണ്ടാണ് ഞാൻ കാശ് മുടക്കി എഞ്ചിനീയറിംഗിന് പോയി ചേർന്നത്. എടാ ഒരൊറ്റ പൈസ പോലും ഫീസ് കൊടുക്കാണ്ട് പഠിച്ച നീയൊക്കെ എന്താണാടാ? ഞങ്ങൾ കുറച്ച് സാധാരണക്കാർ അടക്കുന്ന ടാക്സ് കൊണ്ടല്ലടാ ഗവൺമെന്റ് ഒക്കെ നിന്നെ പഠിപ്പിക്കുന്നത്. നീ IELTS ടോഫലും കൂഫലും ജിമാറ്റൊക്കെ നീ പോയടാ. എന്റെ പേരിൽ ചോർന്ന ആവശ്യമാണ് നിനക്ക്. നിന്നെ കണ്ടുപിടിക്ക്, നിന്റെ കാല് കഴുകി വെള്ളം കുടിക്ക്. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ട കത്തിച്ചോടാ പഠിപ്പിച്ചില്ലേ പഠിപ്പിച്ചിട്ടില്ലേ? ഇനിമേന്ന് പക്ക വരുവണി. നീ ഒന്ന് മൂളിയാമ ശൈലേഷിനെ നമുക്ക് പൊക്കാം. തല്ലിയിട്ടൊന്നും കാര്യമില്ല. സൈക്കോളജിക്കലായിട്ട് അവനെ തകർക്കാൻ പറ്റും. അതിനാദ്യം ഞാൻ അവനേക്കാളും വളരണം. എങ്ങനെ? എത്രയും പെട്ടെന്ന് സിനിമയിൽ. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊച്ചിയിലേക്ക് വിട്ടൂടെ? മലയാളത്തിലെ ഡയറക്ടേഴ്സ് ഒന്ന് ക്രാഫ്റ്റ് പോലെ. തമിഴ് പോയിട്ട് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്, നല്ല പൈസയും കിട്ടും. ഞാൻ ഗൗതം മേനോൻ അസിസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കാം. മാത്രമല്ല ഞാൻ രണ്ടുപേരും തോട്ട് പ്രോസസ് ഓൾമോസ്റ്റ് സെയിം ആണ്. യെസ്. മാത്രമല്ല പുള്ളി മേന. അതുകൊണ്ട് പക്ഷെ ആ പുള്ളിയുടെ അടുത്തേക്ക് എങ്ങനെ എത്തുക? അളിയാ, നീ മറ്റേ ഓടുന്ന വീഡിയോ യൂട്യൂബിൽ വൈറലല്ലേ? അത് നമുക്ക് ഗൗതമേനെ കാണിച്ചാലോ? അളിയാ, പക്ഷെ അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഷാജി, നീ എന്നെ മേടിക്കൂട്ടോ. നിക്ക്, നിന്റെ ക്രിയേറ്റിവിറ്റി മേനം മനസ്സിലാക്കിയ മേനം നിന്നെ അസിസ്റ്റന്റ് ആയിട്ട് എടുക്കില്ലേ? മനസ്സിലാവണോ ഭാഷ പറഞ്ഞു? നിനക്കൊരു ഷോർട്ട് ഫിലിം ചെയ്തൂടെ? തമിഴിലൊക്കെ എത്ര പിള്ളേരാ ഷോർട്ട് ഫിലിം ചെയ്ത് സിനിമയിൽ കയറിയത്? മലയാളത്തിൽ ഉണ്ടല്ലോ അൽഫോൺസ് പുത്തൂരാൻ. പുത്തൂരാനല്ലടാ, പുത്രൻ. പുള്ളി ഒന്നും ആരെ അസിസ്റ്റ് ചെയ്തിട്ടില്ല. അത്ര അഹങ്കാരം പാടില്ല. നമ്മൾ അസിസ്റ്റ് ചെയ്ത് തന്നെ വേണം സിനിമയിൽ കയറാൻ. എന്നാലേ വലിയ വലിയ നടന്മാരൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ഇപ്പൊ ഗൗതമേനൻ അജിത്തിനെ വെച്ച് പടം ചെയ്തില്ലേ? ഗൗതമേനൻ വഴി അജിത്തിനെ പരിചയപ്പെട്ടു. അജിത്തിനെ വീഴ്ത്തിയാണല്ലോ മോനെ ലൈഫ് സെറ്റാണ്. ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം. അല്ല, അപ്പൊ കഥ വേണ്ടേ? കഥ കുഴപ്പമില്ല. എന്റെ കയ്യിൽ ഇഷ്ടംപോലെ കൊറിയൻ സിനിമകളുണ്ട്. അതിലേതിലോരെടുത്ത് മലയാളത്തിലാക്കിയാൽ മതി. നീ തകർക്കളിയാ. ഓൾ ദ ബെസ്റ്റ്. അല്ലോ മേ, ഇത് യൂട്യൂബിൽ വരുമ്പോ ആൾക്കാരെ പറയില്ലേ കൊറിയൻ പടാണെന്ന്? അത് മൈൻഡ് ആക്കിയിരുന്നാ മതി അല്ലേ? സിമ്പിൾ പട. சூப்பர். அப்ப ஜிஎம் இதுல இருக்காரோ? அதனாலதான் ஸ்டார்டிங்ல தேங்க்ஸ் போட்டிருக்காங்க. கொரியன் பிலிம். இவர் வச்சிருக்க கொரியன் படம் இது கதை எழுதி யூஸ் ஆகாதுன்னு நினைக்கிறேன். കിംകിഡൂക്കിന്റെ പടമാണ് ഒരു വക മനസ്സിലാവണില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ മച്ച. ഓ, വിനീതന്റെ വരികയാ. ஆஹா, மஞ்சுமா இன்ட்ரோ நினைக்கிறேன். ஓ, ആരാമേ പുറത്ത് ഫോൺ അടിച്ച് ബഹളം വെക്കുന്നത്? അത് അപ്പുറത്തെ വീട്ടില് പുതിയ വാടകക്കാര് വന്നതാ. ഓ ശല്യം. ഡെയ്സി. இது ஜெசி. ജെസി ടേസി. ஜெசி இது டேசி. നീലാംബലിൻ ചേലോടേൻ നൂറായി പാട്ടേ പോട്ടാங்கப்பா. മോഹന്നടി ഓളിച്ചു. നീ ഇതെങ്ങനെ ഒപ്പിച്ചേ? ഡെയ്സിയാണ് എന്റെ ഇൻസ്പിറേഷൻ. അടുത്ത വീട്ടിലെ പുതിയ താമസക്കാരിയാ. ഞങ്ങളെന്നാ വീട്ടിലോട്ട് പറ്റോ? വന്നിട്ട് കാര്യമില്ല, അവൾ കമ്മിറ്റഡ് ആണ്. ആരുമായിട്ട്? എന്ത് പ്രശ്നം? നിന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ എന്റെ വൈഫ് സമ്മതിക്കണില്ലടാ. എനിക്ക് നായികക്കുള്ള കാര്യം ഓൾ അറിഞ്ഞേക്കണം. ശരിയാ, അല്ലെങ്കിൽ ഒരു നായകനാവുള്ള എന്തോ ഒരു കുറവ് നിനക്കുണ്ട് അല്ലേ? നീ പ്രൊഡക്ഷൻ മാത്രം നോക്കിയാൽ മതി. ഞാൻ അഭിനയിക്കുന്നില്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസും ചെയ്യില്ല. നീ വിഷമിക്കണ്ട, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. റെഡി? നോക്കാം. ഇവരാ இருக்கணுமா പ്രൊഡ്യൂസ് பண்ணணும்னா? ഓക്കേ അല്ലേ? എന്താ പ്രശ്നം? ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇതെല്ലാം ഞാൻ ചെയ്തു. തള്ളി വെക്കാത്ത എന്തത്? അളിയാ, എന്റെ കയ്യിലുള്ള കാശൊക്കെ തീർന്നു. ലവളുടെ അമ്മയാണെങ്കിൽ നിങ്ങൾ എന്നെ പോസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ് ഏതോ ഒരു ഷോർട്ട് ഫിലിം ലവക്ക് പോണെന്ന് പറഞ്ഞ് ബഹളോ. 2500 രൂപ കൂടുതൽ ചോദിക്കുന്നത് നിന്റെ എടുക്കാൻ പറ്റൂ? ഈ വൈറലാവുക എന്ന് പറഞ്ഞ എന്താ മോനെ? എന്റെ ഷോർട്ട് ഫിലിം റെഡി ആയ ഞാൻ അത് ഇന്റർനെറ്റിലിടും. അപ്പൊ അത് ഒരുപാട് പേര് കാണും, അങ്ങനെ അത് ഹിറ്റാവും. അതിനെയാണ് വൈറലാവുക എന്ന് പറയുന്നത്. വൈറലായ പിന്നെ ഡെയിലി ഇന്റർനെറ്റ് ഇങ്ങോട്ട് കാശ് വരാമേ. ആണോ? ഇന്റർനെറ്റ് പൈസയൊക്കെ തരൂല്ലേ? എന്നാ മോന് ആ ഭരണിക്കകത്തുനിന്ന് പൈസ എടുത്തോ. എടുത്തോടാ.
മോനെ കലക്കി. നൈസ് ലൊക്കേഷൻ. ഒരു സെൽഫി എടുത്തേ ഗൈസ്. സെൽഫി ഞാനിത് ഫേസ്ബുക്കിൽ ഇടാൻ പോവാ. ക്യാപ്ഷൻ ഇടേ. ഞാൻ പറയാം ഷോർട്ട് ഫിലിം കംപ്ലീറ്റഡ് റോക്കിംഗ് വിത്ത് ഗൈസ്. എടാ ആ ഗൈസിൽ പോയി കഴിഞ്ഞ രസം വേണ്ട, രണ്ട് നിസ്സാരം കണ്ടിട്ടേക്ക് കാണും പറ്റുമ്പോ കൂളായിരിക്കും. ഓക്കേ ഗൈസ്. ഓക്കേ അളിയാ, നമ്മുടെ ഷോർട്ട് ഫിലിം വൈറലാവും. എടാ ഇന്ന് നീ ആ തെങ്ങും തോപ്പി വെച്ചെടുത്ത ആ ഷോട്ടില്ലേ, റോക്കിംഗ് ആയിരുന്നു വരെ റോക്കിംഗ്. ഡേസിയെ നീ പ്രേമിക്കാൻ തുടങ്ങിയതിനു ശേഷം നിന്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടിയിട്ടുണ്ട്. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഗൗതം മേനോനൊക്കെ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ വിളിച്ചോണ്ട് പോകും. എടാ അത് പോലീസല്ല, സാധാ ജീപ്പാണ്. എന്ത് നാടാ മൊത്തം കള. ഞാൻ ഇറങ്ങുവാ. നാളെ ഒരു കല്യാണത്തിന് ട്രെയിലർ ചെയ്യാൻ. നീ ആ ക്യാമറ നീ അത് എവിടെയാ വെച്ച്? ക്യാമറ സുരുട്ടി പൊട്ടാൻ. അപ്പൊ നീ ഒന്നും കോപ്പി ചെയ്തിട്ടില്ലേ? എന്റെ കമ്പ്യൂട്ടർ വൈറസാ, ഞാൻ കോപ്പി ഇട്ടൊന്നുമില്ല. உன்னோட கேமராவை ஷார்ட் ஃபிலிம் காசு ஃபுட்டேஜ் எல்லாமே அதில் தான் இருக்கு. அட பாவிகளா. ஃபீல்டா அவனுக்கு ஷார்ட் ஃபிலிம் எடுத்துட்டு இருக்கானுங்கப்பா. ഷോർട്ട് ഫിലിം നിങ്ങളും ഷോർട്ട് ഫിലിം പിടിക്കണം. മുഴുവൻ നനഞ്ഞിട്ട് വന്നിരിക്കുക. ഉമ്മേ, ഈ കാശ് എപ്പോഴാ തിരിച്ചു തരിക? അച്ഛൻ ചെലവിന് ഏൽപ്പിച്ച പൈസയാ ഞാൻ നിനക്കെടുത്ത് തന്നത്. മോനെ, ரொம்ப கஷ்டம். നിന്റെ ഷോർട്ട് ഫിലിം ഉടനെ എങ്ങാനും വൈറലാവൂ മോനെ? அடுத்து இப்ப என்ன பண்ண போறானுங்க? എനിക്ക് നല്ല സുഖമില്ല. 3 സ്ഥലത്ത് പോവാനുണ്ട്. നീ എൻ്റെ കൂടെ വരണം. അച്ഛാ അത് എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ വരുമോന്ന് ചോദിച്ചതല്ല, വരണം എന്ന് പറഞ്ഞതാ. അല്ല ശിവാസ, ഇന്നലത്തെ എല്ലാം എൻട്രി ചെയ്തിട്ടില്ലേ? ആ ദിവാര, ഞാൻ ദിവാറിനൊന്ന് കാണുന്ന വെച്ചിരിക്കായിരുന്നു. എന്താ? നമ്മുടെ ലോണിന്റെ കാര്യം ഒന്ന് ശരിയാക്കുക. നീ അവിടെ പോയി ആ ഫോം എന്ത്? എടാ അവിടെ ഫോം ഉണ്ട്, ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. എങ്ങനെ ഫില്ല് ചെയ്യണം? എടാ ഫില്ല് ചെയ്തോ? ഇല്ല, ഫില്ല് അറിയാൻ പാടില്ല. നീ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചതല്ലേ? പക്ഷെ അവിടെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഓ, ഞാനത് മറന്നുപോയി. മനോഹരേട്ടാ, മുരിങ്ങക്ക എങ്ങനെയുണ്ട് വില? മുരിങ്ങക്കൊക്കെ വില കൂടിയില്ലേ മനോഹരേട്ടാ? വാങ്ങുന്ന ആൾക്കാരും കുറഞ്ഞു. ഇപ്പൊ സാമ്പാറിലൊന്നും മുരിങ്ങ ഇല്ലട്ടോ. ഈ ചെക്കൻ ഇതാ ചീഞ്ഞ തക്കാളി നോക്കി നോക്കി എടുക്കുന്നത്. നല്ലത് ഇപ്പുറത്തെ മോനെ അവിടുന്ന് എടുക്ക്. ചീഞ്ഞത് കണ്ടറിഞ്ഞൂടെ? അവനതൊന്നും അറിയില്ല താമു, അവൻ പഠിച്ച എഞ്ചിനീയറിംഗ്. ചേടാ അത് കഷ്ടായി പോയല്ലോ. அசிங்கப்பட்ட நாட்டக்காரங்கிறவருக்கு നാളെ തൊട്ട് നീ കടയിൽ വന്നിരിക്കണം. അച്ഛാ പക്ഷെ എനിക്ക് ഈ കൂടുതൽ സംസാരം വേണ്ട. നാളെ നീ കടയിൽ വരും. അച്ഛാ അത് അച്ഛൻ എന്റെ ഭാഗത്ത് ആലോചിക്കാതെ ഒരു പഞ്ചിലല്ലേ കുടിച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എനിക്ക് എത്തണം. ഡാ, ഒരു ഫോം ഫില്ല് ചെയ്യാൻ അറിയില്ല, ഒരു നല്ല പച്ചക്കറി നോക്കി വാങ്ങാൻ അറിയില്ല. കണ്ട തിണ്ണതരങ്ങളുടെ വായി നോക്കി നടക്കുക. എടാ ജീവിതം അറിയാത്ത നീയൊക്കെ എന്ത് സിനിമ ചെയ്യണടാ? നിന്റെ ജീവിതം സുരക്ഷിതമാകണമെന്ന് കരുതിയാ ഇല്ലാത്ത കാശ് ഞാൻ ലോൺ എടുത്ത് നിന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത്. അതും നിന്റെ താല്പര്യപ്രകാരം. കോളേജിൽ പഠിക്കുമ്പോ ഞാനൊരു SFI-കാരനായിരുന്നു. രാമസിയെ കവല വെച്ച് കുത്തിയ ആ SFI-കാരൻ ഇന്നും എന്റെ ഉള്ളിലുണ്ട്. ഇനി ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ വളരെ കത്തികേറ്റ് കളഞ്ഞ ഞാൻ. മനസ്സിലാണോ? നാളെ നിന്റെ റിസൾട്ട് വരുന്നത്. വരട്ടെ, അതിനുശേഷം ബാക്കി സംസാരിക്കാം. അതെ, அவங்க ஃப்ரீயா விட்டு பார்த்தாங்க, சரி வரல. ஆமா, ஃபார்மே ஃபில் பண்ண தெரியல. ட்ரை கூட பண்ணல, அவர் உட்கார்ந்துட்டே இருக்காரு. யார்கிட்டயும் கேட்டு கூட ஃபில் பண்ணல. എടാ സുഹൃത്തെ, റിസൾട്ട് എപ്പോഴും അപ്ലോഡ് ആവുന്നത്? അറിഞ്ഞോടാൻ വിളിക്കണേ. ഓൾറെഡി അപ്ലോഡ് ചെയ്തോ? നീ നോക്കിയോ? നീ എല്ലാത്തിനും പൊട്ടിയില്ലേ? പാസ്സായോ? ഞാൻ എന്റെ നോക്കട്ടെ. என்ன ரிசல்ட் விட்டுருக்காங்க இந்த எக்ஸாமுக்கு?
ഈ സമയത്ത് എന്താ ഒരു കറണ്ട് കട്ട്? അപ്പുറത്തെ സുലോചനയുടെ വീട്ടില് കറണ്ട് ഉണ്ടോ നോക്കിയേ. അവിടെയും കറണ്ട് ഇല്ലമ്മേ. ഭാഗ്യം, അപ്പൊ കുഴപ്പമില്ല. നാരായണി എക്സാം എഴുതുമ്പോൾ ഒന്നും பண்ணாம ആരെങ്കിലും ആവട്ടെ കാത്തോളേ. നാളെ നിന്റെ റിസൾട്ട് വരുന്നത്. വരട്ടെ, അതിനുശേഷം ബാക്കി സംസാരിക്കാം. ഇനി ഈ നാട്ടിൽ നിന്ന് എന്റെ ജീവിതം പലചരക്കടി തീരും. ஓட போறாரு நினைக்கிறேன். ചെന്നൈ. ஓ இவரும் ஓட போறாரு. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 1. நம்ம பார்ட் 2ல சந்திப்போம். பை பை.